സാറിനെ കാണാത്ത എന്താന്ന് ഞാനങ്ങനെ വിചാരിക്കായിരുന്നു. 2 പ്രാവശ്യം കൂപ്പി പോയി തിരക്കി. അപ്പോൾ ആ പാപ്പി എന്ന് പറഞ്ഞ കങ്കാളിയില്ലേ, അവൻ ചില ക്രോസ് ചോദ്യങ്ങൾ. എന്തോന്നു? ഒന്നുമില്ല, അസൂയക്കാരാണല്ലോ. ഞാൻ ബംഗ്ലാവിലാണോ താമസം, കൂടെ വേറെ ആരെല്ലാം ഉണ്ട് എന്ന് ചില ഉടക്ക് ചോദ്യങ്ങൾ. ഞാൻ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ, ഞാനിത് വല്ലതും വകവയ്ക്കുമോ? ചേടാ, ആ പെണ്ണിനെയും കണ്ടില്ലല്ലോ. എവിടെ പോയി? പുഴയിൽ കുളിക്കാൻ പോയതാ. അവക്ക് രാവിലെ വൈകുന്നേരവും പുഴയിലോ അമ്പലക്കുളത്തിലോ മുങ്ങി കുളിക്കണം. കുടുംബത്തിൽ പറഞ്ഞവളല്ലേ, അവക്ക് വലിയ ശുദ്ധവും വൃത്തിയൊക്കെയാ. ആ വരുന്നുണ്ടല്ലോ. അപ്പോ സാറ് കയറി ഇരുന്നാട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ആ വിരിപ്പൊക്കെ ഒന്ന് ശരിയാക്കാം. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. ഇതാരാ കുറിപ്പ് വാങ്ങിയത്? അതിന്റെ കഥ പറഞ്ഞ ഒത്തിരി ഉണ്ട്. ഈ എസ്റ്റേറ്റിലെ മുതലാളിമാർക്കൊക്കെ ഈ സ്മഗ്ലിംഗ് സാധനം കൊണ്ട് കൊടുക്കുന്ന ഒരുത്തൻ ഇവിടെ വന്നു. ഇതൊക്കെ കൊണ്ടുവന്ന് എന്റെ തന്നിട്ട് പറഞ്ഞു, ഇതിവിടെ ഇരിക്കട്ടെ, മുതലാളിക്ക് വേണമെങ്കിൽ എടുക്കട്ടെ, അല്ലെങ്കിൽ നാളെ വന്നവ കൊണ്ടുപോയിക്കോളാവുന്നു. എനിക്കിതൊന്നും വേണ്ട, നാളെയൊക്കെ തിരിച്ചു കൊടുത്തേക്കാം. ഇത് ചക്രവർത്തിന് കുടിക്കുന്നതാണ് പോലും. ഗുണമുള്ളത് അല്ലെങ്കിൽ ചക്രവർത്തിന് കുടിക്കുവോ? അവിടെ വെച്ചേ. അത് ശരിയാ, അല്ലെങ്കിലേ ആ സ്മഗ്ലം ചെറുക്കന് സാറിനോടൊരു പുച്ഛം തോന്നും. പൊന്നമഴിഞ്ഞ് വിളിക്ക. മോളെ, ആ സാറ് വിളിക്കുന്നു. ഞാൻ പോയി 2 ക്ലാസ് എടുത്തോണ്ട് വരാം. ചക്രവർത്തി എന്തിനാ ഇത് കുടിക്കുന്നത് നമുക്കൊന്നും അറിയണമല്ലോ. ഇനി അടുത്ത് വരും. അത് കുറിപ്പ് കഴിച്ചോ? അയ്യോ വേണ്ട സാറേ, എന്തിനാ നല്ല സാധനം വെറുതെ കളയും? എനിക്ക് ഈ 2 കുപ്പിട വീഴാനും ഒന്നും ആവത്തില്ല. ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് കവറോ ഉണ്ടെങ്കിൽ സുഖമാണ് താൻ. സാറൊരു 10 രൂപയ്ക്ക് തന്നാ മതി. മഴയൊന്ന് തകർത്ത് പെയ്യും. ഈ പെട്ടിയില്ലേ? അവിടെ പോയി ചിപ്പിട്ടെടുത്തോ. ഞാനെന്നാ മഴയ്ക്ക് മുമ്പ് പുറത്തു പോയി ഒന്ന് മെരുങ്ങിയിട്ടേക്ക് വരാം. ആ കാറിന്റെ ഗ്ലാസ് ഇട്ടേക്കണം. ഓ ആ മോളെ, അച്ഛനൊന്ന് പുറത്തേക്ക് പോവാ. ചിലപ്പോ ഇച്ചിരി താമസിച്ചേക്കും. സാറിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഏതായാലും ഇത് ഒഴിച്ചു വെച്ചല്ലേ, വെറുതെ എന്തിനാ കളയും? സാറിന്റെ ക്ലാസ് ഇട്ടോ. ഈ പെട്ടി തണുത്തതാണ്. സാരമില്ല.
സാറല്ലേ? രാവിലെ പോയല്ലോ. ആരാണ് ദേവകി? പാപ്പിച്ചേട്ടനാ? ആ പാപ്പ എവിടുന്ന് വരുന്നു? കൂപ്പിൽ നിന്നാ. അദ്ദേഹം അങ്ങോട്ട് വന്നില്ലേ? ഇല്ല, കുറെ ദിവസങ്ങളായി കൂപ്പിൽ വന്നിട്ട്. എന്നും ഇവിടെ ഒന്നും പോകുന്നുണ്ടല്ലോ. സ്ലോട്ടർ നടക്കുന്നിടത്തേക്കായിരിക്കും പോകുന്നത്. ഞാൻ അവിടെ തിരക്കി, അവിടെയും ചെല്ലാറില്ല. എന്നാ പിന്നെ എസ്റ്റേറ്റ് വല്ല ജോലികളും കാണും. പണവും സൗകര്യങ്ങളും കൂടുന്തോറും പ്രയാസങ്ങളും കൂടുന്നു. രാപകലില്ല ചുറ്റിക്കറങ്ങാണ്. ചില ദിവസങ്ങളിൽ രാത്രി വരാറേ ഇല്ല. വരുമ്പോ ഞാൻ വന്നിട്ട് പോയെന്നൊന്ന് പറയണം. അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കമുണ്ട്. ഡിപ്പോ ഇന്ന് രൂപ കിട്ടുന്നുമില്ല. ഞാൻ പോട്ടെ. ഉം. ആരാ? ഞാനാ. കഥ തുറക്ക്. നീ ഉറങ്ങിയില്ലേ? സമയം എന്തായി? കുറച്ചിരട്ടി. 10 മണിയായോ? 2 മണിയായി. വല്ലാത്ത ചൂട്. ആ ശരീരത്തിനും മനസ്സിനും ചൂട് കാണും. രാപകൽ ക്ലേശിക്കല്ലേ? പിന്നെ ഇല്ലേ, ഊപ്പിലാണെങ്കിൽ രാപകൽ എന്റെ ശ്രദ്ധ വേണം. പാപ്പി ഇവിടെ വന്നിരുന്നു. ഹാ, പാപ്പി വന്നോ? ഏതായാലും പാപ്പി ഊപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് 3-4 ദിവസം അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. അതുപോലാണോ സ്ലോട്ടർ ടാപ്പിംഗ് നടക്കുന്നിടത്തെ കാര്യം? അങ്ങോട്ട് പോകാതെ പറ്റില്ല. പാപ്പി അവിടെ പോയി തിരക്കിയിട്ടാണ് ഇവിടെ വന്നത്. ഒന്ന് ഞാൻ പറയട്ടെ, എത്ര ജോലിയുണ്ടെങ്കിലും എവിടെയൊക്കെ പോയാലും എന്ത് നഷ്ടം വന്നാലും സന്ധ്യക്കിങ്ങി വരണം. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ആദ്യം ഭാര്യയും കുഞ്ഞും, പിന്നെ ബിസിനസ്. ഈ കുഞ്ഞ് ഈയിടെയായി എന്നും അച്ഛനെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത്. ദയവ് ചെയ്ത് കുഞ്ഞിനെ വിഷമിപ്പിക്കരുത്. ഞാൻ അവൾക്ക് വേണ്ടിയല്ലേ ചേട്ടൻ കുടിച്ചോ? ആ, ഞാൻ പറഞ്ഞില്ലേ, 3-4 ദിവസമായി ജോലി സ്ഥലത്ത് പോലും പോകാതെ ഞാൻ കറങ്ങി നടക്കുന്നത് ഇൻകം ടാക്സിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാ. ഇന്ന് ഇൻകം ടാക്സ് ഓഫീസറെ മറ്റും വിളിച്ചൊരു പാർട്ടി കൊടുത്തു. കുളിക്കണോ? വേണ്ട. എങ്കി വരൂ, ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയായിരുന്നു. നീ ഭക്ഷണം കഴിച്ചോ? നമ്മൾ തമ്മിൽ കൂടിയ ശേഷം നമ്മൾ ഒരുമിച്ചല്ലാതെ ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചല്ലോ. നീ പോയി കഴിച്ചിട്ട് വരും. ഇനി ഇന്ന് വേണ്ട, കാലുമുഖം കഴിയിട്ട് വരും. നമുക്കുറങ്ങാം, സമയം വളരെയായി. ദേവകി, അച്ഛനും മോളും കാപ്പ് കുടിക്കാൻ വന്നു. അമ്മയും ആ, അമ്മയും അച്ഛനും മോളും. അച്ഛൻ ഇന്ന് സിനിമയ്ക്ക് പോകാൻ നേരത്തെ വരില്ലേ? പിന്നെ തീർച്ചയായിട്ടും വരും. 5 മണിക്ക് അമ്മയും മോളും റെഡി ആയിരിക്കണം. ഓക്കെ? ഓക്കേ. വെരി ഗുഡ്. നമ്മൾ ഏത് സിനിമ കാണാൻ പോകുന്നത്? അതൊക്കെ അമ്മയും മോളും കൂടെ തീരുമാനിച്ചാൽ മതി. പിന്നെ ഇന്ന് രാത്രി ഭക്ഷണമൊന്നും വേണ്ട, നമുക്ക് നല്ല ഹോട്ടലിൽ കയറി കഴിക്കാം. ദേവകി, രാത്രി ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാണ്. ശരി മോളെ,